നമസ്കാരം. നമുക്കിന്നൊരു ക്യാരറ്റ് പായസം ഉണ്ടാക്കാം. അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ക്യാരറ്റ്, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, റവ, ഉണക്കമുന്തിരി, ഏലക്ക, നെയ്യ്, കണ്ടൻറ്റ് മിൽക്ക്, പാൽ, പശുവിൻ പാൽ. ഇത്രയാണ് നമുക്ക് ഇന്ന് ക്യാരറ്റ് പായസം ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. ഇനി നമുക്ക് ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്യാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് പായസത്തിന് ആവശ്യമുള്ള കംപ്ലീറ്റ് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു അര കിലോയോളം ക്യാരറ്റ് ഉണ്ടായിരുന്നു. അത് ഫുള്ള് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം നെയ്യ് ചൂടാക്കി അതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് കോരിയിട്ട് പിന്നെ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് അതിൽ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ചട്ടി ചൂടായി നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിക്കാം. ആവശ്യത്തിനുള്ള നെയ്യ് നമുക്ക് ഒഴിക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യം കിസ്മിസ് വറുത്ത് കോരാം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ശകലം കൂടെ മുന്തിരി നെയ്യിൽ കിടന്ന് നല്ല മൂത്ത് വറുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അടുത്ത് നമുക്ക് അണ്ടിപ്പരിപ്പിടാം. അണ്ടിപ്പരിപ്പ് ആയിട്ടുണ്ട്. നമുക്കതും കോരി മാറ്റാം. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് മൊത്തത്തിൽ നമുക്ക് ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. നെയ്യ് നല്ല ചൂടായി കിടക്കുകയാണ്. ഈ ക്യാരറ്റ് മൊത്തത്തിൽ ഇതിലോട്ട് ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ ക്യാരറ്റിലുള്ള ജലാംശം ഏകദേശം പോകുന്നത് വരെ ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അര വേവോളം ആയിട്ടുണ്ട്. ഇതിലുള്ള വെള്ളവും പോയിട്ടുണ്ട്. ഇനി ഒരു 2 സ്പൂണ് വറുത്ത റവ നമ്മളിവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂണ് വറുത്ത റവ കൂടി ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 2 സ്പൂണ് വറുത്ത റവ കൂടെ ഈ ക്യാരറ്റിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ റവ കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മുത്തും. ചെറുതായിട്ട് ചെറിയൊരു കളർ മാറി വരുമ്പോഴേക്കും നമുക്ക് പാലൊഴിക്കാം. ഇത് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ച് ക്യാരറ്റിനെ തിളപ്പിക്കാം. ക്യാരറ്റ് നമുക്ക് ഈ പാലിൽ വേവിച്ചെടുക്കാം. പാലിൽ കിടന്ന് ക്യാരറ്റ് നല്ല വെന്തു എന്ന് ഉറപ്പായതിന് ശേഷം ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യാവും. ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. മാക്സിമം നല്ല രീതിയിൽ നമ്മളൊന്ന് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുത്ത് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. അടിയിൽ പിടിക്കാതെ മാക്സിമം ഇത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആയതുകൊണ്ട് അത് അതിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിച്ച് ഇരിക്കാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ അടിയിൽ പിടിക്കാതെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പായസം നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കേണ്ടത് ഇതിൻ്റെ മധുരത്തിനുള്ള പഞ്ചസാരയും കണ്ടൻറ്റ് മിൽക്കുമാണ്. അപ്പോൾ നമുക്ക് ഇനി കുറേശ്ശെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് കണ്ടൻറ്റ് മിൽക്ക് ഒഴിക്കാം. ഇതിൽ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും എല്ലാം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മധുരമുണ്ട്. ഇനി മധുരം ഇടേണ്ട കാര്യമില്ല. ആദ്യം ഇട്ട മധുരം തന്നെ കറക്റ്റാണ്. അപ്പോൾ ഇനി ഒരു തിളവോടെ വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് നമുക്കിതിനെ നേരത്തെ വറുത്ത് വച്ചിരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് ഇത് ഫിനിഷ് ചെയ്ത് മാറ്റാം. ഇപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതിട്ട് പായസം നമുക്ക് ഫിനിഷ് ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇട്ടപ്പോഴേക്കും നല്ല സ്മെല്ല് വരുന്നുണ്ട് പായസത്തിൻ്റെ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. അങ്ങനെ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സെർവിങ് ബൗളിലോട്ട് കുറച്ചെടുത്ത് മാറ്റാം. ഒരല്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യത്തിന് മധുരവും ആ നെയ്യുടെയും ഏലക്കയുടെയൊക്കെ നല്ല ടേസ്റ്റ്, ഫ്ലേവർ എല്ലാം ഉണ്ട്. ഞാൻ ഈ ചെയ്തതുപോലെ നിങ്ങളെല്ലാവരും ക്യാരറ്റ് പായസം ഇതേപോലെ ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയൊരു നല്ല വിഭവത്തോടു കൂടി അടുത്ത വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.